ചരിത്രങ്ങളുള്ള നാടാണ്. ആദിശങ്കരൻ്റെ നാടാണ്. സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനമാണ്. അതിലെല്ലാം ഉപരി മനോഹരമായ ഒരു പ്രദേശമാണ്. ഇതൊരു ഗ്രാമമല്ല, യഥാർത്ഥത്തിൽ ഗ്രാമത്തിനും പട്ടണത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് കാലടി. അപ്പോൾ ഇതിൻ്റെ ഹൃദയഭാഗത്ത് അതിമനോഹരമായ ഒരു ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മാണത്തിനുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷൈജനെയും സഹപ്രവർത്തകരെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഇപ്പോൾ കംപ്ലീറ്റ് രണ്ട് ബിസിനസ്സാണ് നടക്കുന്നത്. ഹോൾസെയിൽ ബിസിനസ്സും റീറ്റെയിൽ ബിസിനസ്സും തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്നുകിൽ മാളുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ബിസിനസ്, അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സാണ്. മാളുകളൊന്നും നമ്മുടെ പോലത്തെ പ്രദേശങ്ങളിലില്ല, വലിയ നഗരങ്ങളിൽ മാത്രമാണുള്ളത്. പിന്നെ അത് ഓൺലൈൻ ബിസിനസ്സാണ്. ഈ ഓൺലൈൻ ബിസിനസ്സിൻ്റെ പണം എങ്ങോട്ടാണ് പോകുന്നത്? പുറത്തേക്കാണ് പോകുന്നത്. മിക്കവാറും സ്റ്റേറ്റിന് പുറത്തേക്കാണ് പോകുന്നത് ഈ ഓൺലൈൻ ബിസിനസ്സിൻ്റെ പണം മുഴുവൻ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ തന്നെ കിടന്ന് കറങ്ങേണ്ട പണമാണ്, ഈ നാട്ടിൽ തന്നെ കിടന്ന് കറങ്ങേണ്ടത്. പണ്ടെന്താ, ഇവിടെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ കയ്യിൽ 5000 രൂപ വന്നാൽ നമ്മളായതുകൊണ്ട് നമ്മൾ 7000 രൂപ 2000 കടവും കൂടി മേടിച്ച് 7000 രൂപ നമ്മൾ ചിലവാക്കും. ആ ചിലവാക്കുന്ന പണം എവിടെയാണ് പോകുന്നത്? ഇവിടെ തന്നെയാണ് പോകുന്നത്. ഇവിടുത്തെ കടകളിലാണ് പോകുന്നത്. ഇവിടുത്തെ തുണിക്കടയിൽ കയറി, ഇവിടുത്തെ പ്രൊവിഷണൽ സ്റ്റോറിൽ കയറി, ഇവിടുത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ കയറി നമ്മൾ ഈ പൈസ ഇവിടെ കൊടുക്കും. ഇവിടെ തന്നെ ആ പൈസ റൊട്ടേറ്റ് ചെയ്യാണ്. ഇപ്പോഴത്തെ കാലം മാറി. ഞങ്ങൾ നിയമസഭയിൽ ഇക്കാര്യം ചർച്ച ചെയ്തു. അപകടകരമായൊരു കാലത്താണ് ഈ പണം പുറത്തേക്ക് പോകാൻ. അപ്പം അത് തടുത്തു നിർത്തുന്നതിനുള്ളൊരു വഴി കൂടിയാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനെ കേന്ദ്രീകരിച്ച് ഇവിടെ ആരംഭിക്കുമ്പോൾ അവിടെ കുറേ ബിസിനസ് നടക്കും. ആ ബിസിനസ് നടക്കുന്നത് പണത്തിൻ്റെ ട്രാൻസാക്ഷനാണ്. എന്തിനാണ് കറൻസി? എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മൂന്നാമൻ്റെ കയ്യിലേക്കും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിനിമയ മാധ്യമമാണ് പണം. പണം ഇവിടെ ഉണ്ടാകണം. ആ പണം ഇവിടെ കിടന്ന് കറങ്ങിയാലേ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പുറത്തേക്ക് ഈ പണം പോയാൽ ആ പണം റൊട്ടേഷനിൽ ഉണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും അലമാരയിൽ കെട്ടിവെച്ചിരിക്കുന്ന പണത്തിന് ഒരു വിലയില്ല. അത് വെച്ചിരിക്കുന്ന ആകെ ഇടയ്ക്കിടയ്ക്ക് പൂപ്പൽ വന്നാന്നൊന്ന് പൊക്കി നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പൈസയ്ക്ക് പവർ ഉള്ളത് എപ്പോഴും റൊട്ടേഷനിലാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ഗ്രാമത്തിനും പട്ടണത്തിൻ്റെയും ഇടയിൽ സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ആധുനികമായ രീതിയിൽ ഒരു മോള് പോലെ ആക്കി മാറ്റാൻ പറ്റും. ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോഴത്തെ മോള് പോലത്തെ ഒരു മോള് പോലെ ആക്കി മാറ്റാൻ പറ്റി ഇവിടെ നല്ലൊരു ബിസിനസ്, നല്ല ബിസിനസ് നടന്ന അതിൻ്റെ ഒരു സെൻറ്ററായി ഇവിടെ മാറിയാൽ അത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, പരോക്ഷമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, സാധാരണക്കാരുടെ കൈകളിൽ പോലും പണം ഉണ്ടാകുന്ന സ്ഥിതി വരും. മറ്റത് ആരുടെയും കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പല സ്ഥലത്തും പോവാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാന ഗുണമായിട്ട് എന്താ പറയുന്നത്? കേരള കാർഷിക സംസ്ഥാനമാണോ? അല്ല. വ്യാവസായിക സംസ്ഥാനമാണോ? അല്ല. പിന്നെ നമ്മളോട് ആലോചിക്കും, നിങ്ങളെങ്ങനെ ജീവിക്കുന്നത്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഗൾഫ് നാടുകളിൽ, യൂറോപ്പെന്ന് ഞാൻ പറയില്ല, അവിടെ പോയി ആരെയും കൂടെ പൈസ അയക്കാറില്ല. ഗൾഫ് നാടുകളിൽ നിന്ന് ആളുകൾ അയക്കുന്ന പൈസ, റെമിറ്റൻസ് ആണ് നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പം റിവേഴ്സ് റെമിറ്റൻസ് ആണ്. 29 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. അവരെ അരിയും ദാലും മാത്രമേ മേടിക്കുന്നുള്ളൂ, ഗോതമ്പും അല്ലേ, ദാലും മാത്രമേ മേടിക്കുന്നുള്ളൂ. ബാക്കി പൈസ എല്ലാ ആഴ്ചയും അവരവരുടെ സംസ്ഥാനത്തേക്ക് അയക്കുക. അവരധ്വാനിക്കുന്ന പണമാണ്, തെറ്റല്ല. പക്ഷെ ഇവിടെ നിന്ന് പണം പോവാണ് പുറത്തോട്ട്. നിങ്ങൾ മനസ്സിലാക്കി, ഇവിടെ നിന്ന് എത്ര കോടി രൂപയാണ് 29 ലക്ഷം പേർ ഒരു മാസം അയക്കുന്നത്. അത് ഒരു കൊല്ലം കൂടുമ്പോൾ എങ്ങനെയാണ് എത്ര കോടി രൂപ? ഞാൻ ഈ പറഞ്ഞ പണം കേരളത്തിൽ കിടന്ന് കറങ്ങേണ്ട പണം. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ബാംഗ്ലൂരിൽ എല്ലാ IT കമ്പനികളും കോവിഡ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എല്ലാവരും നീ ഓൺലൈൻ മതി. അതേപോലെ വാടകയൊക്കെ കുറഞ്ഞു. അവരുടെ കെട്ടിടങ്ങളിലൊക്കെ വാടകയൊക്കെ കുറഞ്ഞു. കാരണം 500 പേര് ജോലി ചെയ്യുന്ന ദിവസം 100 പേര് മതി, ബാക്കി 400 പേര് ഓൺലൈനാണ്. അങ്ങനെ ഒരു 5-6 മാസം, ഒരു കൊല്ലം പോയി കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ സിറ്റിയുടെ ബിസിനസ് പോയി. എന്താ കാര്യം? ഇവിടെ ഒരു മലയാളി പോയി അവിടെ ഒരു 60,000-70,000 രൂപ ജോലി കിട്ടണവൻ, അവിടെ ശമ്പളം കിട്ടണവൻ അവിടെ ജോലി ചെയ്യുക.
അവനവിടെ വാടക തന്നെ ഒരു 10-20,000 25,000 രൂപ കൊടുക്കും. പിന്നെ ഭക്ഷണ ചെലവിന് കൊടുക്കും, ഷോപ്പിംഗ് നടത്താൻ പോകും. എന്തായാലും അവന് കിട്ടുന്ന ഒരു 70,000 രൂപയിൽ ഒരു 40,000 രൂപ ഉറപ്പായി അവിടെ ചിലവാക്കും. അവൻ ഓൺലൈനാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവൻ കൊച്ചിയിൽ ഇരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. ഈ പൈസ അവിടെ ചിലവാക്കുന്നില്ല. ഇത് കർണാടക ഗവൺമെൻറ് ഇത് മനസ്സിലാക്കി IT കമ്പനികളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഈ ഓൺലൈൻ പരിപാടി അവസാനിപ്പിക്കണം, നിങ്ങൾ ഓഫ്ലൈൻ ആകണം, ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ സാമ്പത്തിക ക്രമവും കാര്യങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങോട്ട് ഗൾഫിൽ നിന്ന് പൈസ വരുന്നതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് പോകേണ്ടതെന്ന് നമ്മൾ പരിശോധിക്കണം. നമുക്ക് അറിയില്ല, കണക്കില്ല, ഒരു ഡാറ്റയും നമ്മുടെ കയ്യിലില്ല. എനിക്ക് പേടി ഗൾഫിൽ നിന്ന് വരുന്നതിനേക്കാൾ പൈസ കൂടുതൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെന്നാണ്. അപ്പോൾ റെമിറ്റൻസ് എന്ന് പറയുന്നത് റിവേഴ്സ് റെമിറ്റൻസ് ആയി. അതുകൊണ്ടാണ് നമുക്ക് ആരുടെയും കയ്യിൽ പണമില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആളുകൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം എനിക്കറിയാം, എൻ്റെ ഭാര്യ പിതാവ് പ്രായമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് 2 ടീഷർട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ എൻ്റെ മകൾ മൊബൈലെടുത്ത് 3-4 ബ്രാൻഡ് കാണിച്ചിട്ട് ഇത് പോരെയെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മൊബൈൽ വരുത്തി സാധനം. ഒരു ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ അതുപോലെ 3-4 ചെരുപ്പ് കാണിച്ചിട്ട് അപ്പോൾ തന്നെ കാണിച്ച് ഈ ചെരുപ്പ് മതിയെന്ന് പറഞ്ഞു. ചെരുപ്പ് ഓൺലൈനിൽ വരും. ഞാൻ ആലോചിച്ചു, ഈ ഓൺലൈൻ ബിസിനസ് ഇല്ലായിരുന്നെങ്കിൽ അത് ആലുവയിലെ എറണാകുളത്തെ ഏതെങ്കിലും കടയിൽ നിന്ന് ഇത് മേടിക്കുള്ളായിരുന്നു. ആ കടയിലെ 2 കടയിലെ ബിസിനസ്സാണ് പോയത്. ആണോ? ഇപ്പം നമ്മുടെ പിള്ളേരെല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ? ഭക്ഷണം മേടിക്കുന്നത് കുഴപ്പമില്ല, കാരണം ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ മേടിക്കുന്നത്, പുറത്തുനിന്നല്ല മേടിക്കുന്നത്. ഇത് പുറത്തുനിന്നാണ്, ആമസോണിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നത്. അത് എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് ഈ പണം പോകുന്നത് എന്നൊരു പിടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കാലടിയുടെ ഒരു സാമൂഹ്യ മാറ്റത്തിന് മാത്രമല്ല, വികസന മാറ്റത്തിന് മാത്രമല്ല, ഒരു സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് കൂടി ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രയോജനപ്പെടും. അപ്പോൾ അത് വളരെ പ്ലാൻ ചെയ്താൽ മതി. ആദ്യത്തെ ഇത് പൂർത്തിയാക്കുക, MLA പറഞ്ഞതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് രണ്ടാമത്തെ നില പൂർത്തിയാക്കുക. നല്ല പ്ലാൻ ചെയ്ത് പോയാൽ നല്ല രീതിയിൽ അത് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു അസറ്റായി മാറും. ഏറ്റവും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വരെ ഗുണം കിട്ടുന്ന, പിന്നെ ബസ് വേ, പ്രധാന ട്രാഫിക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. റോജി ഇവിടെ ഉയർന്ന കാര്യങ്ങൾക്കൊക്കെ അതിമനോഹരമായിട്ട് മറുപടി പറയും. ഞാൻ അതിലേക്കൊന്നും ആവർത്തിക്കുന്നില്ല. അത് ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലരുടെ ജോലിയാണ്. പണ്ട് ഇപ്പോൾ നാളെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനമാണ്. ഉമ്മൻചാണ്ടി അതിൻ്റെ തറക്കല്ലിട്ടു. ഈ വെറും കല്ലല്ലല്ലോ ഇടുന്നത്. വെറും കല്ലിടാൻ പറ്റുമോ? ഞങ്ങൾക്ക് ജനപ്രതിനിധിയല്ലേ, വെറുതെ കല്ലിടാൻ പറ്റുമോ? ഞാൻ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് പോലും വെറുതെ ഒരു കല്ലിടാൻ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ മുഖ്യമന്ത്രി നടന്നു പോകുമ്പോൾ ഒരു പുഴ, അപ്പുറം ഇപ്പുറം സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാലം വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കല്ലിടാൻ പറ്റുമോ? കല്ലിടാൻ പറ്റില്ല. കല്ല് അങ്ങനെയല്ല ഇടുന്നത്. കല്ലിടണമെങ്കിൽ അത് ബജറ്റിൽ പ്രൊവിഷൻ വരണം, ഇല്ലേ? പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, പിന്നെ അതിൻ്റെ AS മേടിക്കണം, പിന്നെ അതിൻ്റെ TS മേടിക്കണം, വർക്ക് അവാർഡ് ചെയ്യണം. ചിലപ്പോൾ കോൺട്രാക്ടർ എടുക്കില്ല. അപ്പോൾ കുറേ കോൺട്രാക്ടർമാരെ പുറകെ നടന്ന് ഇതെടുക്കൂ എന്ന് പറഞ്ഞ് MLA-മാരൊക്കെ ചെയ്യുന്ന ജോലിയാണ് ഞാൻ ഈ പറഞ്ഞത്. എടുക്കൂ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് എടുപ്പിക്കണം. ഇതൊക്കെ തന്നെ പഞ്ചായത്തിൻ്റെ സ്ഥിതി പറയാതിരിക്കണതാണ്. ചെന്നിട്ട് ഇത് എടുത്തിട്ടാണ് എല്ലാം റെഡിയായിക്കുമ്പോഴാണ് കല്ലിടുന്നത്. അങ്ങനെ ഒരു കല്ല് 2015 ഉമ്മൻചാണ്ടി ഇട്ടു വിഴിഞ്ഞത്തിന്. അന്ന് ആളുകൾ എന്തൊക്കെ പറഞ്ഞത്, ഇത് കടൽ കൊള്ളയാണ്, ഇത് 6,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്, ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീര് വീഴും, മത്സ്യബന്ധനം മുഴുവൻ തകരാറിലാവും. സാധനം വന്നല്ലോ. 2019 വരേണ്ടതാണ്, 4 കൊല്ലം ഇതിനകം വരേണ്ട സാധനം 10 കൊല്ലം കൊണ്ടാണ് വന്നത്. വൈകി വന്നല്ലോ. അതൊക്കെ ഇങ്ങനെ ആളുകൾ പറയും. എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ നേരത്ത് ഇങ്ങനെ കുറേ പേർക്ക് അത് മാത്രം ജോലിയായിട്ടുള്ള കുറേ പേരുണ്ട്. അവരത് പറയും. അത് ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ട് നമ്മുടെ ജോലിയായിട്ട് മുമ്പോട്ട് പോകാം. അങ്ങനെ നല്ല ജോലി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റും നല്ല ഭരണസമിതിയുമാണ് കാലടിക്കുള്ളത് എന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വം ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കി നല്ല രീതിയിൽ ആവട്ടെ. ഞാനും ഇതിലെ MC റോഡിൽ ഇതിലേ കൂടി കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായ ബസ് വേയും ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ടാകുമ്പോൾ ഇടതുഭാഗത്ത് ബെന്നിച്ചേട്ടനെയും വലതുഭാഗത്ത് റോജിയെ ഇരുത്തിക്കൊണ്ട്
ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയതാണെന്നുള്ള ഓർമ്മ എൻ്റെ മനസ്സിലും ഉണ്ടാകും എന്ന് സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി.